യേശുവിൽ ഏറെ സ്നേഹമുള്ളവരെ, പുതിയൊരു ദിവസം നൽകി കർത്താവ് നമ്മെ അനുഗ്രഹിച്ചിരിക്കുകയാണ്. നല്ല ഈശോയ്ക്ക് നമുക്ക് നന്ദി പറയാം. ഇന്നേ ദിവസത്തെ തലക്കെട്ട് ഇപ്രകാരമാണ്: വേഡ് ആൻഡ് ഡീഡ്. നമ്മുടെ വാക്കും പ്രവൃത്തിയും തമ്മിൽ ബന്ധമുണ്ടോ എന്ന് നമുക്ക് ആത്മപരിശോധന ചെയ്യാം. ഈശോ ഒത്തിരി വെറുത്ത ഒരു കാര്യമാണ് കപടനാട്യം. പറയുന്ന വാക്കും ചെയ്യുന്ന പ്രവൃത്തിയും തമ്മിൽ ഒരു ബന്ധമില്ലാതെ പോകുക. വാക്കും പ്രവൃത്തിയും തമ്മിൽ അന്തരം ഉണ്ടാകുമ്പോൾ ദൈവം അത് വെറുക്കുന്നു. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 24-ാം അധ്യായം 19-ാം തിരുവചനത്തിൽ എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാർ ഈശോയെക്കുറിച്ച് പറയുന്ന ഒരു വാക്യമുണ്ട്. നസ്രായനായ യേശുവിനെ കുറിച്ച് അവർക്ക് ലഭിച്ചൊരു ബോധ്യം: അവൻ ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും മുമ്പിൽ വാക്കിലും പ്രവൃത്തിയിലും ശക്തനായ ഒരു പ്രവാചകനായിരുന്നു. അവൻ ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും മുമ്പിൽ വാക്കിലും പ്രവൃത്തിയിലും ശക്തനായൊരു പ്രവാചകനായിരുന്നു. വാക്കിലും പ്രവൃത്തിയിലും അവൻ ഒരുപോലെയായിരുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ വാക്കും പ്രവൃത്തി ഒരുമിച്ച് പോകാൻ നമുക്ക് മാതൃകയായി നിൽക്കുന്നൊരു വ്യക്തിയാണ് ഈശോ. ഒരു പക്ഷേ നമ്മൾ ഒരു വാക്ക് പറയുന്നു, മറ്റൊരു തരത്തിൽ നമ്മൾ പ്രവർത്തിക്കുന്നു. പ്രിയപ്പെട്ടവരെ, അത് കപടനാട്യമാണ്. ഒരുപക്ഷെ മനുഷ്യർ മനസ്സിലാക്കിയില്ലായിരിക്കും, പക്ഷെ ദൈവം മനസ്സിലാക്കുന്നുണ്ടല്ലോ. വിശുദ്ധ പൗലോസ്ലീഹ ഗലാത്യക്കാർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം 7-ാം തിരുവചനത്തിൽ നമ്മൾ ഇപ്രകാരം കാണും: നിങ്ങൾക്ക് വ്യാമോഹം വേണ്ട, ദൈവത്തെ കബളിപ്പിക്കാനാകില്ല, മനുഷ്യൻ വിതയ്ക്കുന്നത് തന്നെ കൊയ്യും. പ്രിയപ്പെട്ടവരെ, നമ്മൾ എന്താണോ വിതയ്ക്കുന്നത് തന്നെ കൊയ്യും. അപ്പം അതുകൊണ്ട് നമ്മുടെ ഹൃദയഭാവം കർത്താവ് കാണുന്നു, അറിയുന്നു. നമുക്ക് ദൈവത്തെ കബളിപ്പിക്കാനാകില്ല എന്നൊരു ബോധ്യം മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ വാക്കും പ്രവൃത്തിയും ഒരുപോലെ ആയിരിക്കട്ടെ. അതിനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് നന്നായിട്ട് പ്രാർത്ഥിക്കാം. കൈകൂപ്പി നിന്നതുകൊണ്ട് ഒരുപക്ഷെ മനുഷ്യർ പറയാം, ഇദ്ദേഹം ഒരു നല്ല പ്രാർത്ഥനക്കാരനാണ്. കൈകൂപ്പി പ്രാർത്ഥിച്ചുകൊണ്ട് ഒരുപക്ഷെ ഇവിടെ നല്ല പ്രാർത്ഥനാകാരിയാണ് എന്നൊക്കെ ജനം പറയുമായിരിക്കും. പക്ഷെ നിന്റെ ഹൃദയം എവിടെയാണ്, നിന്റെ മനോഭാവം എന്താണ് എന്നെല്ലാം ദൈവം കാണുന്നുണ്ടല്ലോ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ വേഡ് ആൻഡ് ഡീഡ് ഒരുമിച്ച് പോകട്ടെ. നമ്മുടെ വാക്കും പ്രവൃത്തിയും ഒരുപോലെയാകട്ടെ. അതിനുള്ള മാതൃക ഈശോയാണ്. അവൻ ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും മുമ്പിൽ വാക്കിലും പ്രവൃത്തിയിലും ശക്തനായ പ്രവാചകനായിരുന്നു. നമുക്ക് ഇന്നേ ദിവസം അതിനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഈശോയെ, ഞങ്ങൾ ഒത്തിരി ഉപദേശിക്കുന്നുണ്ട്, ഞങ്ങൾ ഒത്തിരി സംസാരിക്കുന്നുണ്ട്, ഒത്തിരി വാക്കുകൾ പുറപ്പെടുവിക്കുന്നുണ്ട്. പാലിക്കാൻ ഞങ്ങൾക്ക് കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കാം. നല്ല ഈശോയെ, ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളെയും ആശീർവദിച്ച് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ വാക്കും പ്രവൃത്തിയും ഒരുമിച്ച് പോകുന്നതാകട്ടെ. ഈശോയെ, നീ ഞങ്ങൾക്കതിന് മാതൃകയാണ്. ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കൾക്കും അതിനുള്ള വലിയ അനുഗ്രഹം ഉണ്ടാകട്ടെ. യേശു നാമത്തിൽ അതിനായി ഇവരെ ആശീർവദിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.